മലപ്പുറത്തെ മഅദിൻ അക്കാഡമിയിലാണ്. ഇവിടെ അടിപൊളി ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. ഹറമൈനി എന്ന് പറയുന്ന ഒരു ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പോ. ചെറിയ കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് കാണാം. വരി. വിദേശത്തൊക്കെ ഒരുപാട് എക്സ്പോ പോയി കണ്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കരവിരുതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഏതൊരു സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന, കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഹജ്ജിന് ആദ്യം കിടക്കുന്ന ബാബാണ്. പണ്ട് കാലത്ത് കാണാൻ പോണത് 967 മുൻപേ ഉള്ള കഅബാലയവും അതിലേക്കുള്ള വഴികളും ഒക്കെയാണ്. അതിലേറെ നമുക്ക് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ സൗദി ഗവൺമെന്റിന്റെ വികസനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന വികസനത്തിന് മുന്നേ ഖുറൈശികളുടെ കാലത്തുണ്ടാക്കിയ കഅബാലയാണ്. ഖുറൈശികളുടെ കാലത്താണ് കഅബാലയത്തിന് മേൽക്കൂര വരുന്നത്. ഖുറൈശികളുടെ കാലത്തുണ്ടാക്കിയ കഅബാലയത്തിന് 18 അടിയാണ് ഉയരം. പിന്നീട് ഇവിടെ ഒരു ആവിഷ്കാരമാണ് 997 വരെ മിനയിൽ ഉണ്ടായിരുന്നത് തുണിത്തരങ്ങൾ കൊണ്ടുള്ള തമ്പുകളായിരുന്നെങ്കിൽ ഇന്ന് അത് ശീതീകരിച്ച് AC ഫൈബർ ഗ്ലാസ് ഖത്തറിന് ശേഷം 997 തീപിടുത്തം വരുന്നത്. 97 തീപിടുത്തത്തിന് ശേഷം 97 മോനെ സൗദിയിൽ ഞാനുണ്ട്. ആ രംഗം വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിലെ വിദ്യാർത്ഥികളാണ്, കൈകളാൽ വരച്ച ചിത്രങ്ങളാണ് ഞങ്ങളിപ്പോ മൊത്തം ഇവിടെ കംപ്ലീറ്റ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കരവിരുതാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടത്. ഏതൊരു സാധാരണക്കാർക്കും കണ്ടു വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവരിത് റെഡിയാക്കിയത്. ഇപ്പൊ ഇതൊരു മത്സരം കൂടിയാണല്ലോ അല്ലെ? ഒരു കോമ്പറ്റീഷനാണ്, പല സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം. ആ റിസൾട്ട് ഇപ്പൊ എന്താ വരിക? നാളെയാ? ഞായറാഴ്ച വരും. എല്ലാം ഒന്നിനായിട്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ മൊത്തം സംഗതികളുടെ കണ്ടന്റുകൾ ഒറ്റ QR കോഡിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൈറ്റ് ഉണ്ടാക്കിയതും ഇതേ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി തന്നെയാണ്. അതിൽ പോയതെല്ലാം കിട്ടും, എല്ലാം കിട്ടും. ഇപ്പൊ നമ്മൾ സന്ദർശിച്ച എല്ലാ കേന്ദ്രങ്ങളുടെയും മൊത്തമായിട്ടുള്ള വിവരണവും ചരിത്രവും റെഫറൻസുകളും അതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ എന്താണ് ഈ സ്റ്റോളിൽ എന്തൊക്കെയുള്ളത്? മദീനയുടെ പഴയ ആവിഷ്കാരം നമ്മളോട് കൊടുത്തിട്ടുണ്ട്. മദീനയുടെ പഴയ പറഞ്ഞാൽ എത്രയാടാ? 1400 1400 വർഷം മുന്നേ നബി തങ്ങൾ മദീനത്തേക്ക് ഹിജ്റ വന്നത് മുതൽ 1400 കൊല്ലങ്ങൾക്ക് AD 622. ഈ ഒരു മാപ്പിൽ പറഞ്ഞു കൊടുത്ത് എത്ര നിങ്ങൾ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു കൊടുത്താലും ഈ കാണുന്ന ഒറിജിനൽ ഒരു ഫിസിക്കൽ കാണുന്നതിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് ഒരു ചിത്രത്തിനും കിട്ടില്ല. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നത്. اهلا وسهلا مرحبا بكم حياكم الله وبياكم. هذا هو مقام الاطفال المخصص للاطفال وطلاب وهذا اولا هناك خطوه. 6-7 കൊല്ലം സൗദി അറേബ്യയിൽ പോയിട്ട് ചെറിയ തട്ടുമുട്ടു അറബിയായിട്ട് വന്നതാണ്. സകലമാനം പോയി മോനെ. മലയാളത്തിലെ എന്റെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കും. മലയാളി കുട്ടിയല്ലേ? അതാണ്. എന്താ അവന്റെ ഫ്ലുവൻസി ശ്രദ്ധിച്ചങ്ങള്? ഭയങ്കര ഇഷ്ടമായി എനിക്ക് കേട്ടോ. നല്ല ക്ലാസിക്കൽ അറബി. ഇതെങ്ങനെ പറയുമ്പോണ്ടല്ലോ രോമങ്ങനെ നീട്ടി കാണാൻ പോകുന്നത് കഅബയുടെ വിവിധ 10 ഘട്ടങ്ങളാണ്. എങ്ങനെ ഇന്നത്തെ കഅബ നൂറ്റാണ്ടുകൾക്ക് അല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കഅബ എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ലൈവ് നമുക്കൊന്ന് കാണാം. സെയ്ദ് നൊഹ്മാൻ അൽ ഹൈദ്രസ് വയനാടാണ്. തങ്ങന്മാര് മാത്രമാണ്. അതൊരു പ്രത്യേകതയുണ്ട് അല്ലെ? സയ്യിദന്മാരുടെ ഒരു കലാവിരുതുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ സയ്യിദാണോ? ഇവിടെ പ്രധാനമായിട്ട് ഈ വിവിധ കാലങ്ങളിൽ നടന്ന 10 ഘട്ടം മനുഷ്യന്മാർ നടത്തിയ 10 ഘട്ടം. ആദം നബി, ഷീസ് നബി, ഇബ്രാഹിം നബി, അമാലി സമൂഹം, ജുറൂസ് സമൂഹം, കുസൈ കിലാബിന്, അങ്ങനെ ഖുറൈശ് ഗോത്രം, പിന്നെ അബ്ദുള്ള ബിൻ സുബൈർ തങ്ങളുടെ കാലഘട്ടം, ഹജ്ജാജ് ബിൻ യൂസഫ്, പിന്നെ സുൽത്താൻ മുറാദ് 4, പിന്നെ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കഅബ 11 വേണമെങ്കിൽ പറയാം. അങ്ങനെ 32 മീറ്റർ ഇന്നത്തെ കഅബ. ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഉയർത്താൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി നിന്നൊരു കല്ലിങ്ങനെ ഉയർന്നു പോകും. അതാണ് പിന്നീട് ഇബ്രാഹിം മക്കാം എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2 ജനതകൾ അമാലിക ഗോത്രവും ജുർഹും ഗോത്രവും ഇസ്മായിൽ നബീന്റെ ആൾക്കാരാണ്. ഇവർ രണ്ടാളും പണിത് 4-5 ഘട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ റസൂലുള്ളാഹിന്റെ വല്യപ്പ ഹുസൈൻ ബിൻ കിലാബ്. ഇവ ഈ 3 ഘട്ടങ്ങൾ ഏകദേശം ഈ ഒരു രൂപത്തിലാണ്. അതായത് മുകളിൽ ഗ്രൂഫ് ഇല്ലാത്ത 2 ഡോർ വരുന്ന രൂപത്തിലാണ്. പിന്നീട് പ്രധാനമായിട്ട് കഅബക്ക് മാറ്റം സംഭവിക്കുന്നത് ഖുറൈശികളുടെ കാലഘട്ടത്തിലാണ്. ഈ ഖുറൈശികളുടെ കാലഘട്ടത്തിൽ അവർക്കൊരു ഹലാലായ മാർഗം നമ്മൾ ഇവിടെ വെച്ച് പണി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ ഒരു ആർച്ച് ഭാഗം തറയായിട്ട് മാറി. പിന്നെ അത് ഏകദേശം 605 പിന്നെ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുറച്ച് വിശാലായിട്ട് കഅബ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കാലത്ത്
കുറേശികൾ അതേ മോഡലാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നെ കല്ലുകൾക്ക് കുറച്ച് കൂവത്ത് കുറവാണ്. അപ്പൊ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പാണ് സുൽത്താൻ മുറാദ് നാലാമൻ എന്ന് പറയുന്നത് C 1630 നല്ല കടുകട്ടിയുള്ള കല്ലുകൊണ്ട് കാബ് നിർമ്മിക്കും, കുറച്ച് ഹൈറ്റ് കൂട്ടൊക്കെ ചെയ്തു. അല്ല, ഓരോ സമയം പൊളിച്ചിട്ടുണ്ടോ? ഇതൊക്കെ പൊളിച്ച് നിർമ്മിച്ചതാണ്. പൊളിച്ച് നിർമ്മിച്ച ഇവിടെ നിന്ന് പൊളിച്ച് നിർമ്മിക്കുന്നത് വല്ലാണ്ട് പൊളിച്ച് നിർമ്മിച്ചിട്ട് അതേ രൂപ ആയതുകൊണ്ടാണ് നമ്മൾ ചിത്രീകരിക്കാത്തത്. ഇതൊക്കെ പൊളിച്ച് നിർമ്മിച്ചതാണ് ആ കല്ലുകള്. ഇത് 10 ഘട്ടം ഇപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞു. ഇനി 11ാമത്തെ ഘട്ടം ഫഹദ് രാജാവ്. ഏകദേശം 1992 ഫഹദ് രാജാവ് ഈ കാണുന്ന നമ്മളെ നിലവിൽ കാണുന്ന കാബയുടെ രൂപത്തിലേക്ക് കില്ലകൾ മുഴുവനായി വരുന്നു. സ്വർണത്തിന്റെ എഴുത്തുകളൊക്കെ കില്ലകളിൽ വരുന്ന രൂപത്തിലേക്ക് മാറ്റിയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ ഹജറുൽ അസ്വദ്, ഇന്ന് നിലവിൽ സൂക്ഷിക്കപ്പെടുന്ന ഹജറുൽ അസ്വദ് വെറും 7 കഷ്ണം മാത്രം. ഇതൊക്കെ ഫുള്ള് സ്വർണ്ണ വർക്കാട്ടോ. ഈ ഡോറൊക്കെ നല്ല ഫഹദ് രാജാവിന്റെ കാലത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇബ്രാഹിം നബീനെ ഒരു കല്ല് പൊന്തിച്ചു, ആ കല്ലാണ് ഈ സൂചിപ്പിക്കുന്നത്. ഖിബിലത്തുൽ ഖിബില എന്ന് പറയും. അതായത് ഈ സ്വർണ്ണപ്പാത്തി നമുക്ക് കാണാം. ഈ സ്വർണ്ണപ്പാത്തി ഈ കില്ലയുടെ കാബയുടെ സ്വർണ്ണപ്പാത്തി ഡയറക്ഷൻ നേരെ പോകുന്നത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫിലേക്കാണ്. ഇത് നേരെ ഡയറക്റ്റ് പോകുന്നത്. ഇന്ത്യയിലെ തേക്ക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് പഴയ കാലങ്ങളിൽ. വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അതൊരു പക്ഷെ നിലമ്പൂരിലെ തേക്കൊക്കെ ആയിരിക്കും. ഏറ്റവും നല്ല തേക്ക് നിലമ്പൂരിലാണ്. ഇന്ത്യ തന്നെ അത് നിലമ്പൂരിലാണ്. സിക്കായത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കൊടുക്കണ്ടേ. അതായത് പണ്ട് കാലങ്ങളിൽ അബ്ദുൽ മുത്തലിബ് ഒക്കെ ഇവിടെ മക്കയും മദീനയൊക്കെ സന്ദർശിക്കുന്നവർക്ക് ഈ സംസം വെള്ളം കൊടുത്തിട്ടാണ് സ്വീകരിക്കാറ്. അതേപോലെ പ്രേക്ഷകരെ നമ്മൾ ഈ ഒരു എക്സ്പോന്റെ വേദിയിൽ സംസം വെള്ളം കൊടുത്ത് സ്വീകരിക്കണം. ഒറിജിനൽ സംസം വെള്ളം. ഇതിന്റെ വർക്കുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും മൊത്തം സ്വർണ്ണാണ്. ഇതൊരു പ്രിന്റിംഗ് അല്ല. എല്ലാ വർഷവും അവർ റീപ്ലേസ് മുഹറത്തിൽ മാറ്റും. അപ്പൊ എന്നിട്ട് ഇത് ഓരോരോ പീസ് ഇതുപോലെ സംസം വെള്ളത്തിൽ കിഴുകിയിട്ടാണ് അവർ കൊടുക്കുന്നത്. അതൊരു പരിശുദ്ധിയുടെ ഭാഗമായിട്ട് അവർ അതിന്റെ ആത്മീയവശങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കും. പിന്നെ അതിന്റെ സെന്ററിൽ വരുന്ന ഒരു വെള്ളിന്റെ ഇതാണ്. ഇതൊക്കെ മനുഷ്യൻ ഇത് കൈകൊണ്ട് തുന്നി കൊടുത്തതാണ്. ഏകദേശം എത്ര 200ഓളം തൊഴിലാളികൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 120 കിലോ. അതൊരു പുതിയ അറിവ് കേട്ടാ, മാഷാ അല്ലാ. അപ്പൊ ഇന്ന് കാബയുടെ ആ ഒരു കില്ലയുടെ സ്വർണം മാത്രം 120 കിലോ ഉണ്ടാവും മൊത്തം. അതൊരു വല്ലാത്ത ഒരു ഇൻഫോർമേഷൻ. കാര്യം പറയുകയാണെങ്കിൽ കാബക്കുള്ളിൽ ആകെ ഒരാളെ മാത്രമേ പ്രസവിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് ലോകത്ത് ഒരാളാണ്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരപുത്രനായ ഹക്കീം ബിൻ ഹിസാം എന്ന വ്യക്തിയെയാണ് പ്രസവിക്കപ്പെട്ടത്. ന്യൂ ആയിട്ടുള്ള പുതിയ ഫോട്ടോസ് യൂസൊക്കെ നമ്മൾ അവിടുത്തെ സൗദി ഗവൺമെന്റ് അണ്ടറിലുള്ള വെബ്സൈറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അല്ലാത്ത ചരിത്രം കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഓരോ കിതാബ് ഗ്രന്ഥങ്ങളിൽ നിന്ന് റെഫർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ പറഞ്ഞതും ഈ ചെയ്തതൊക്കെ അതിന്റെ തെളിവ് അടിസ്ഥാനത്തിൽ ഒക്കെ ചെയ്തിരിക്കുന്ന. ഏതായാലും കഅബയെ കുറിച്ച് ഇത്ര നന്നായി വിശദീകരിക്കാൻ, 10 ഘട്ടങ്ങളായി വിശദീകരിക്കാൻ, ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുള്ള അല്ല പറയുമ്പോൾ ഒരു ഫിസിക്കലായി ഒരു കഅബയെ തൊട്ട് കാണുന്ന ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു എക്സിബിഷൻ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യും. പഠനാർഹമായ ഒരു പ്രോഗ്രാം വളരെ നന്നായി വിശദീകരിച്ചു. സയ്യിദന്മാർ തന്നെ അത് വിശദീകരിച്ചപ്പോൾ അതിലേറെ സന്തോഷമാണ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ 10 ക്വസ്റ്റ്യൻ അവർ അറ്റൻഡ് ചെയ്യുകയും അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കും. ഇവിടെ വരുന്നവർക്കൊക്കെ ഗസ്റ്റ്. അത് സൂപ്പർ. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ ഈ സ്റ്റാൾ നമ്മൾ കേന്ദ്രീകരിച്ചത്. 927 കപ്പലിൽ ഹജ്ജിന് പോയിട്ട് 20 ഉറുപ്പ്യക്ക് 20 രൂപയ്ക്ക് കപ്പലിൽ ഹജ്ജിന് പോയ കഥകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ രസകരമായ ഒരു കാഴ്ച. കണ്ടൻ സെഞ്ചുറിയിലെ ഏറ്റവും പഴയ പാസ്പോർട്ടാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽ ഹജ്ജിന്റെ പാസ്പോർട്ട്, പിലിഗ്രിംസ് പാസ്പോർട്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് പഴയ കാലത്തെ ഹാജിമാര് ഹജ്ജ് പോകുമ്പോൾ അവർ കൊണ്ടുവരുന്ന പെട്ടി ഇതുപോലെ ഇരുമ്പ് പെട്ടിയായിരുന്നു. കപ്പലുകൾ അന്ന് ഈ ഹജ്ജിന് കപ്പലിന്റെ പേരുകളാണത്. അപ്പൊ നമ്മൾ 1927 മുതൽ ഉള്ള അല്ലെങ്കിൽ അതിന്റെ മുൻപേ ഉള്ള മക്കയെയും മദീനയെയും കഅബയെയും ഹജ്ജിന് പോകുന്നതുമായ ഒരുപാട് വിഷ്വൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ അതിന്റെ ഫിസിക്കലായ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോണത് ബാബ് ജിബ്രീലിലൂടെ കയറുന്നത് ഇന്നത്തെ 2025 സൗദി അറേബ്യയിലെ മക്കയും മദീനയും അല്ലെ. പേരെന്താ? മുഹമ്മദ് ബഷീർ. കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഇന്നത്തെ കഅബാലയത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ മക്കയുടെ ആ ഫസ്റ്റ് ഭാഗം തന്നെയാണ് അല്ലേ. അവിടുത്തെ കൂട്ട ബിൽഡിങ്ങുകളും കാണാം. പറയൂ. ഇത് മക്ക, മദീന, അതുപോലെ നമ്മൾ സാധാരണയായി പോകുന്ന 45ഓളം പ്രധാന ചരിത്ര സംഭവങ്ങൾ അടങ്ങിയ കേന്ദ്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒറ്റ പ്ലാറ്റ്ഫോം, ഒറ്റ മിനിയേച്ചർ. സൗദി അറേബ്യ മുഴുവൻ മക്കയും മദീനയും നമ്മൾ സാധാരണ പോകുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ 45ഓളം പ്രധാന കേന്ദ്രങ്ങളാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്.
ഇതിപ്പോ 2025 ഈ അടുത്ത കാലത്ത് പൂർത്തിയാക്കിയതും 2030 ഒരു planning കൂടി. 30ലേക്കുള്ള ഒരു ചെറിയ സ്റ്റെപ്പും കൂടി ഇതുമുണ്ട്. വെരി ഗുഡ്. ഹറമൈൻ എക്സ്പോ. പഴയ കാലത്തെ ഹജ്ജ് ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ പുതുതലമുറക്ക് ചിന്തിക്കാനും പഠിക്കാനുള്ളത്. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഒന്നുമില്ല. മയ്യത്തും പുടവ വരെ ബാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന 927 ഹജ്ജിന് പോകുന്ന ആളുകളെ അവിടെ കുട്ടികൾ പരിചയപ്പെടുത്തി. ജന്മനാല് ഉൾക്കണ്ണുള്ള 2 ആളുകളെ സ്വീകരിച്ച് 2 പേരും നല്ല പ്രൊഫഷണൽ ടീച്ചറും PhD ഹോൾഡറുമായി മാറിയ ഇവരെ സ്വീകരിച്ച ഈ 2 ഭർത്താക്കന്മാരെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. നമ്മളെപ്പോലുള്ള സാധാരണ 2 പ്രൊഫഷണലുകൾ എന്താ ചെയ്യുന്നത്? ദുബായിൽ വർക്ക് ചെയ്യണം. നിങ്ങളോ? പപ്പട കമ്പനിയിൽ ജോലി ചെയ്യണം. എന്താ ബിസിനസ്സാ? ജോലി ചെയ്യണം. കണ്ടോ, ഇങ്ങനെ സാധാരണക്കാരിൽ ജീവിച്ച ഇവർക്ക് 2 പ്രൊഫഷണൽസിനെ കിട്ടിയല്ലോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. മാഷാ അല്ലാ. മക്കളായോ? കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാഷാ അല്ലാ. തീർച്ചയായിട്ടും നല്ല കുടുംബാവട്ടെ, കൂടെ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്കാണ് നമുക്കൊരു പ്രോഗ്രാമില് നിങ്ങളുമായിട്ട് ഒരു മുഖാമുഖം ചെയ്യണം. ഒരു മുഖാമുഖം. പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് പഠിപ്പിച്ചായി കാണാം. സൈതി സമാൻ യക്റുൽ ഹുജ്ജാജു ഫീഹി ബിലാ സബബിൻ യുഹവ്വനു അലൈഹിമുസ് സഫർ വയബ്സതു അലൈഹിമുർ റിസ്ഖ് ഫയർജിഉന ഇലാ ഔതാനിഹിം മഹ്റൂമിന മസ്ലൂബിൻ. 2025, 30, 40 കാലങ്ങളെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിന് ഉത്ബോധം നൽകുകയാണ്. കണ്ടമാനം ഹാജിമാരായിരിക്കും. യാത്ര വളരെ എളുപ്പമായിരിക്കും. സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും. പക്ഷേ ഹജ്ജിൽ പ്രതിഫലം ഒന്നും ലഭിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ ഈ ഹദീസൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ മഹൽ വചനം എങ്ങനെ പറയണമെന്നറിയില്ല. ഇവിടുന്ന് കരിപ്പൂർ എയർപോർട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടോ ഒന്നുമില്ല. ബോംബെയിലേക്ക് കൊങ്കൺ റെയിൽവേ വരുന്നതിന് മുമ്പ് 3 ദിവസം ബോംബെയിലേക്ക് ട്രെയിനിൽ, പിന്നെ ദിവസങ്ങളോളം ആഴ്ചകളോളം മുസാഫർ ഖാനയിൽ, പിന്നെ 10-15 ദിവസം അക്ബർ നൂർജഹാൻ മറ്റ് കപ്പലുകളിൽ. പലപ്പോഴും കപ്പലുകളിൽ നിന്ന് മരിക്കുന്നത് 1969-ലും 79-ലൊക്കെ എൻ്റെ ഉപ്പ ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോയ ഏറ്റവും വലുത് കണ്ണുനീരൊലിപ്പിക്കുന്ന രംഗമായിരുന്നു. കഫംപുട, കുന്തിരിക്കം, പരുത്തി. കപ്പലിൽ നിന്ന് മരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ആ കാലത്തെ റൂട്ടും എല്ലാ അബുനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങി ശ്രീലങ്കയിൽ പോയ റൂട്ട്, അതുപോലെ തന്നെ പണ്ട് കാലത്ത് നടന്നുപോയ റൂട്ട്, പിന്നെ കപ്പലുകളുടെ റൂട്ട്, ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പഴയതും പുതിയും താരതമ്യപ്പെടുത്തുന്നത്. കഅബ 10 രൂപത്തിൽ പടുത്തുയർത്തിയപ്പോൾ 10 നിർമ്മാണങ്ങൾ മലായിക്കത്തിൻ്റെ കാലത്തുള്ളത്. അബുനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ കഅബ പടുത്തുയർത്തിയ രംഗം, ഇബ്രാഹിം നബിൻ്റെ കാലത്തുള്ളത്, അമാലിക്കത്തിൻ്റെ കാലത്തുള്ളത്, അങ്ങനെ സുബൈറുൽ അവ്വാം റളിയല്ലാഹു അൻഹു പോലുള്ള അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നെല്ലാം മോഡലൈസേഷൻ ചെയ്യപ്പെട്ടപ്പോൾ, പരിഷ്കരിച്ചപ്പോൾ, തനി രൂപം മനസ്സിലാക്കാൻ, പുതിയതിൻ്റെ സൗകര്യങ്ങളും മനസ്സിലാക്കാൻ, മറന്നുപോയ പലതും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആദ്യമായി ഹജ്ജിന് പോകുന്ന സമയത്ത് കിതാബുകൾ ദീവുത്തുവിൽ നിന്ന് കുളിക്കണം, ബാബു ബനു ഷൈബയിലൂടെ കടക്കണം. ബനു ഷൈബ കണ്ടെത്താൻ വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഹറമിൻ്റെ നാനാദിക്കുകളും കറങ്ങി. പക്ഷേ ചിലർ പറയും ബാബു ബനു ഷൈബ എവിടെയാണ്, ചിലർ പറയും അവിടെയാണ്. നാനാ ഭാഗത്തും കറങ്ങുകയായിരുന്നു. പക്ഷേ അതിന് കറക്റ്റ് ആൻസർ കിട്ടിയില്ല. ആദ്യം അവിടെ എക്സിബിഷനിൽ വന്നപ്പോൾ 1967 ഏപ്രിൽ 22 വരെയും ബനു ഷൈബ ഉണ്ടായിരുന്നു, ബാബു ബനു ഷൈബ. അത് അന്നാണ് ഹറം വികസനത്തിന് വേണ്ടി പൊളിച്ചത്. അങ്ങനെ പല പല വിവരങ്ങളും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതെല്ലാം ഇതിൽ പഠിച്ച കുട്ടികളാണ് ഇതെല്ലാം രൂപകൽപ്പനയും പ്ലാനിങ്ങും എല്ലാം ചെയ്തത്. ഇതിൽ 1 രൂപ പോലും വാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റാരും ഇല്ല എന്നും കൂടി വളരെ ശ്രദ്ധേയമാണ്. 2025 എടുത്തു പറയേണ്ട ഒരു ചരിത്ര സംഭവമാണ് ആ കാണുന്നത്. കണ്ണു കാണാത്ത സ്വഹാബിയുടെ പണ്ട് ചരിത്രത്തിൽ ആ വീട് ആരും ഒരു കാര്യത്തും അവിടെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. 6 മാസം മുന്നെയാണ് ചരിത്രകാരന്മാർ 12 മീറ്റർ റോഡിന്റെ താഴെ ജർമ്മൻ റിസർച്ചുകാർ അത് കണ്ടെത്തിയത്. ഇപ്പൊ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ എക്സിബിഷനിൽ വളരെ വ്യക്തമായി കുട്ടികൾ പ്രദർശിപ്പിക്കുകയാണ്. അതാണ് 2025 1927 തമ്മിലുള്ള വല്ലാത്തൊരു വ്യത്യാസം ഞാൻ ഫീൽ ചെയ്തത്. മാഷാ അല്ലാ, ഉഷാറായി. അത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാങ്ങളുടെ ആ റൂട്ട് തൊട്ടിട്ട് ഇന്നത്തെ 2025 വരെയുള്ള എല്ലാ വലിയ ഇതും നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയും. ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവന്നു. വളരെ ഏറ്റവും വലിയ സന്തോഷം.
ഇതിന്റെ വിഷ്വൽസ് ഞാൻ ഇടുന്നുണ്ട്. ഇതിന്റെ മൊത്തം വീഡിയോ ഇതിന്റെ തൊട്ട് താഴെ ഇതിന്റെ ലിങ്കിലുണ്ട്. അതെല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ അതിനും തയ്യാറാക്കിയ ഒരു QR കോഡ് അതിന്റെ താഴെ ഇടുന്നുണ്ട്. അതിലെല്ലാ വിഷ്വൽസും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷം.